ജെൻസിയുടെ ഇടയിൽ അത്രയും പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആളുടെ കരിയറിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്തായിരുന്നു ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വരുന്നത്. യെസ്, 2025 സെപ്റ്റംബറിൽ ആ സിംഗറിന്റെ കാറിന്റെ ട്രങ്കിന്റെ ഉള്ളിൽ നിന്നും 14 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ഡീകമ്പോസിംഗ് സ്റ്റേറ്റിലുള്ള ബോഡി കണ്ടെത്തുകയായിരുന്നു. സെലസ്റ്റ് റീവാസ് ഹെർണാണ്ടസ് എന്നായിരുന്നു ആ ഒരു പെൺകുട്ടിയുടെ പേര്. ആ സിംഗർ വേറെ ആരും ആയിരുന്നില്ല, D4VD എന്ന ഡേവിഡ് തന്നെയായിരുന്നു. അപ്പോൾ ആളും ആ ഒരു പെൺകുട്ടിയും തമ്മിൽ ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണ് ഈ ഒരു ഡേവിഡ്? ആളും ഈ ഒരു സെലസ്റ്റും തമ്മിൽ എങ്ങനെയാണ് പരിചയപ്പെട്ടതും അതുപോലെ തന്നെ ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയതും? വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എങ്ങനെയാണ് ഡേവിഡ് ഇത്രയും പോപ്പുലർ ആയത്? എന്താണ് അവരുടെ രണ്ടുപേരുടെയും ലൈഫിൽ നടന്നത്? ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ എങ്ങനെയൊക്കെയാണ് പോകുന്നത്? ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. ക്വീൻസ് ന്യൂയോർക്കിൽ 2005 മാർച്ച് 8-നാണ് ഡേവിഡ് ആന്റണി ബുർക്ക് എന്ന് പറയുന്ന ഈ ഒരു സിംഗർ ജനിച്ചത്. അതിനുശേഷം ഇവരുടെ ഫാമിലി ഹ്യൂസ്റ്റൺ ടെക്സാസിലോട്ട് മാറുകയായിരുന്നു. പിന്നെ ഡേവിഡിൻ്റെ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ സാധാരണ സ്കൂളിലൊന്നും പോയി ആൾ പഠിച്ചിട്ടില്ല. ഹോം സ്കൂൾ ചെയ്യുമായിരുന്നു ആളുടെ പാരൻസ് ആളെ. അപ്പോൾ ഒന്നില്ലാന്നുണ്ടെങ്കിൽ പാരൻസ് പഠിപ്പിക്കും, അല്ലാന്നുണ്ടെങ്കിൽ വേറെ ട്യൂട്ടേഴ്സൊക്കെ വന്നെങ്കിൽ ആളെ പഠിപ്പിക്കുമായിരുന്നു. അങ്ങനെയാണ് ആളുടെ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത്. പിന്നെ ഡേവിഡിൻ്റെ ഫാമിലിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അവരൊരു ക്രിസ്ത്യൻ ഫാമിലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഗോസ്പൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ചെറുപ്പ കാലഘട്ടങ്ങളിൽ ഇയാൾ കൂടുതലായിട്ട് കേട്ടുകൊണ്ടിരുന്നിരുന്നത്. അതായത് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ, ആ ഒരു ഭക്തിഗാനങ്ങളുടെ അടുത്ത് ആൾക്കൊരു ക്രേസും കാര്യങ്ങളൊക്കെ തോന്നുകയാണ്. സ്ഥിരമായിട്ട് അത്തരത്തിലുള്ള പാട്ടുകളും കാര്യങ്ങളൊക്കെ ആൾ കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആളുടെ ഒരു ടീനേജിൽ, അതായത് ഏർലി ടീനേജിൽ ഗുച്ചി ഗാങ് എന്ന് പറയുന്ന ലിൽ പമ്പിൻ്റെ പാട്ട് ആൾ കേൾക്കുന്നതും അതിനോട് ആൾക്കൊരു അട്രാക്ഷൻ തോന്നുന്നതും. അപ്പോൾ അതാളെ വല്ലാത്ത രീതിയിൽ ഹിറ്റ് ചെയ്യാണ്. അതിനുശേഷം ആൾ പല ജോണറിലുള്ള മ്യൂസിക്കുകളും മറ്റുമൊക്കെ കേൾക്കാനായിട്ട് തുടങ്ങി. അതിൽ തന്നെ ആൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത് ഈ ലിൽ പമ്പും അതേപോലെ തന്നെ XXXTentacionം ഒക്കെ തന്നെയായിരുന്നു. എന്നാൽ ആ സമയത്തൊന്നും തന്നെ ഒരു സിംഗർ ആവണമെന്നുള്ള ഉദ്ദേശമൊന്നും ആൾക്ക് ഉണ്ടായിരുന്നില്ല. ഒരു ഗെയിമർ ആവണമെന്നുള്ളതായിരുന്നു മൂപ്പരുടെ പ്ലാൻ. അങ്ങനെ ഓൺലൈനായിട്ട് ഗെയിം കളിക്കാനും അതേപോലെ തന്നെ സ്ട്രീം ചെയ്യാനൊക്കെ ആൾ സ്റ്റാർട്ട് ചെയ്യാണ്. അങ്ങനെ ഓൺലൈനായിട്ട് കുറേ സുഹൃത്തുക്കളെയും ആൾ ഉണ്ടാക്കി. പിന്നെ ആൾ യൂട്യൂബിലും മറ്റുമൊക്കെ ഗെയിം പ്ലേസും അതേപോലെ തന്നെ ട്രിക്ക് ഷോട്ട്സും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് തുടങ്ങി. എന്നാൽ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ വേറെ ആർട്ടിസ്റ്റിൻ്റെ ഒക്കെ പാട്ട് വെച്ച് കയറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിനെ കുറിച്ച് ഇങ്ങനെ ആളിങ്ങനെ വീട്ടിൽ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ആളുടെ അമ്മ ഒരു കാര്യം പറയാണ്, നീ എന്തിനാണ് വേറെ ആൾക്കാരുടെ പാട്ടൊക്കെ എടുക്കുന്നത്? നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് പാട്ടുണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ അപ്ലോഡ് ചെയ്തുകൂടെ എന്നുള്ളൊരു ചോദ്യമാണ് ആളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിച്ചത്. അങ്ങനെ ആളുടെ ഐഫോണിൽ ബാൻഡ് ലാബ് എന്ന് പറഞ്ഞ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാണ്. അതിനുശേഷം U&I, ടേക്ക് മീ ടു ദ സൺ തുടങ്ങിയിട്ടുള്ള സോങ്സ് ആളുടെ വീടിൻ്റെ ഉള്ളിൽ എന്താ പറയുക ആ ഒരു സെറ്റപ്പിൽ തന്നെ സ്വന്തമായിട്ട് റെക്കോർഡ് ചെയ്യാനും അതേപോലെ തന്നെ അത് പബ്ലിഷ് ചെയ്യാനും ഒക്കെ തുടങ്ങി. പിന്നെ ആളുടെ കരിയറിൽ വലിയ രീതിയിലുള്ള ഒരു ബ്രേക്ക് വരുന്നത് 2022 ജൂലൈയിലാണ്. റൊമാൻറ്റിക് ഹോമിസൈഡ് എന്ന് പറയുന്ന ഒരു സോങ് ആൾ ഇറക്കുകയായിരുന്നു. ടിക്ടോക്കിലൊക്കെ ആ ഒരു പാട്ട് വളരെ പെട്ടെന്ന് തന്നെ വേറെ രീതിയിൽ വൈറലാവുമായിരുന്നു. ഇപ്പം തന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിഫൈയിലൊക്കെ 1.8 ബില്യൺ സ്ട്രീംസോളം അത് നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഹിയർ വിത്ത് മീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോങ്സ് ഒക്കെ വലിയ രീതിയിൽ തന്നെ വൈറലാവാണ്. അങ്ങനെ പാട്ടുകളൊക്കെ ഹിറ്റ് ആയതുകൊണ്ട് ആൾക്ക് ഒരുപാടധികം ബ്രാൻഡ് ഡീൽസ് ലഭിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല പൈസയും കാര്യങ്ങളും വരികയാണ്. അതേപോലെ തന്നെ എന്താ പറയുക ഒരുപാട് കൺസേർട്സും കാര്യങ്ങളൊക്കെ ആൾ നടത്താനും തുടങ്ങി. അതായത് ആളുടെ കരിയർ വളരെ പെട്ടെന്ന് തന്നെ വേറെ ലെവലിലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനിലോട്ടായിരുന്നു ആളെത്തിയത്. ഇത് ഇയാളുടെ പ്രൊഫഷണൽ ലൈഫിൻ്റെ കാര്യം. ഇനി നമുക്ക് ഈ ഒരു കേസിലോട്ട് തിരിച്ചു വരാം. 2025 സെപ്റ്റംബർ 8 ഡേവിഡിൻ്റെ ലൈഫിൽ എന്നത്തെയും പോലെ തിരക്കുള്ളൊരു ദിവസമായിരുന്നു. വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സിംഗർ ആൻഡ് സോങ് റൈറ്റർ ആണ് ആൾ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള തിരക്കുകൾ ഒബ്വിയസ്ലി ആൾക്ക് ഉണ്ടാവുമല്ലോ. പിന്നെ പോരാത്തതിന് ആളുടെ വേറൊരു പുതിയ ആൽബം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വിതേർഡ് എന്നായിരുന്നു ആ ഒരു ആൽബത്തിൻ്റെ പേര്. ഏപ്രിൽ 2025 ആ ഒരു ആൽബം ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടൂറിലും പരിപാടിയിലൊക്കെ ആയിരുന്നു ആളുണ്ടായിരുന്നത്. നോർത്ത് അമേരിക്കൻ കൺട്രീസിലായിരുന്നു ആ ഒരു ടൂറും കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് നടക്കുന്നുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അപ്പോൾ സെപ്റ്റംബർ 8 സംഭവിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാലിഫോർണിയ ഹോളിവുഡിലെ ഒരു ടോയ് യാർഡിൽ ഒരു ടെസ്ല കാർ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു. ലോക്കൽസ് നോക്കിയപ്പോൾ ആ ഒരു കാറിൻ്റെ ഉള്ളിൽ നിന്ന് വല്ലാത്തൊരു ഫൗൾ സ്മെല്ല് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് എന്തോ പന്തികേട് തോന്നുകയാണ്. അങ്ങനെയാണ് അവർ പോലീസിനെ വിവരം അറിയിക്കുന്നത്. പോലീസുകാർ അവിടെ എത്തി നോക്കുമ്പോൾ ശരിയാണ്, ആ കാറിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ചത്ത് ചീഞ്ഞ മണവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയാണ് ആ ഒരു കാറിൻ്റെ ട്രങ്ക് അവർ പൊളിച്ചു നോക്കുന്നത്.
അപ്പോഴാണ് ഞെട്ടിക്കുന്ന ആ ഒരു കാഴ്ച അവർ കാണുന്നത്. ആ ടെസ്ല കാറിന്റെ ഫ്രണ്ട് ടാങ്കിൽ ബോഡി ബാഗിൽ ഒരു പെൺകുട്ടിയുടെ അഴുകിയ നിലയിലുള്ള മൃതദേഹമായിരുന്നു പോലീസുകാർ കണ്ടെത്തിയത്. പിന്നെ അവരതിൻ്റെ രജിസ്ട്രേഷൻ പ്ലേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയപ്പോൾ ഡേവിഡ് എന്ന് പറയുന്ന സിംഗറിന്റെ പേരിലാണ് ആ ഒരു കാർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് എന്നുള്ളത് പോലീസുകാർക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചു. ഈ ഒരു ബോഡി കണ്ടെത്തുന്ന സമയത്ത് നോർത്ത് അമേരിക്കൻ ടൂറിലായിരുന്നു ഡേവിഡ് ഉണ്ടായിരുന്നത്. ഈ ഒരു ന്യൂസും കാര്യങ്ങളും പുറത്തു വന്നതിന് ശേഷം ആളുകൾ രണ്ട് ചേരിയായിട്ട് തിരിയാണ്. ഡേവിഡിന്റെ ഡൈഹാർഡ് ഫാൻസ് ഡേവിഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ബാക്കിയുള്ളവർ ഡേവിഡ് ആയിരിക്കാം ഇത് ചെയ്തത് എന്നുള്ള രീതിയിൽ ആൾക്കെതിരെ തിരിയുകയും ചെയ്തു. ആളുടെ ഫാൻസ് ആ ഒരു സമയത്ത് പറഞ്ഞിരുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കാറ് വേറെ ആരോ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് ആരൊക്കെയോ കൊലപ്പെടുത്തിയിട്ട് ആ ഒരു കാറിന്റെ ട്രങ്കിൽ ഉപേക്ഷിച്ചതാണ്, ഡേവിഡ് ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നുള്ളതായിരുന്നു അവരുടെ വാദം. എന്നാൽ പോലീസുകാർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു കാറ് മോഷണം പോയതായിട്ട് ഡേവിഡോ ആളുടെ ടീമോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഈ ഒരു ന്യൂസ് ഇറങ്ങിയതിന് ശേഷം സെപ്റ്റംബർ 17 ആളുടെ അടുത്ത കൺസേർട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ക്യാൻസൽ ചെയ്യാണ്. പിന്നെ ഈ ഒരു കാർ എങ്ങനെ ടോയാർഡിൽ എത്തിയെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഹോളിവുഡ് ഹിൽസിൽ കുറേ നാളായിട്ട് ആ ഒരു കാർ ഇങ്ങനെ അബാൻഡൻഡ് ആയിട്ട് പാർക്ക് ചെയ്ത് കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് ആ കാറ് കെട്ടിവലിച്ച് ആ ഒരു ടോയാർഡിൽ കൊണ്ടിടുന്നതും അതേപോലെ തന്നെ ഈ ഒരു സ്മെല്ല് കേട്ടത് കൊണ്ട് ആളുകൾക്ക് സംശയം തോന്നി പോലീസിനെ വിവരം അറിയിക്കുന്നതും പിന്നീട് ഇത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തുന്നതും. അപ്പോൾ അടുത്തതായിട്ട് പോലീസിന് ആ ഒരു ബോഡി ഐഡന്റിഫൈ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് ബോഡിയുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം തന്നെ അവർ പബ്ലിഷ് ചെയ്യാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പോലീസിന് ഒരു കോള് വരുന്നത്. അതൊരു സ്ത്രീയായിരുന്നു വിളിച്ചത്. തൻ്റെ 14 വയസ്സുള്ള മകളായിട്ടുള്ള സെലസ്റ്റ് ആണിത് എന്നുള്ളത് ആൾക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കോളായിരുന്നു അത്. അവരുടെ മകളെ കാണാതായിട്ട് ഏകദേശം 1 വർഷത്തോളം ആയിട്ടുണ്ടായിരുന്നു. യെസ്, ഏപ്രിൽ 2024 തുടങ്ങിയിട്ട് ആ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിരുന്നു. അതേപോലെ തന്നെ ആ ഒരു ബോഡിയുടെ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഇൻഡെക്സ് ഫിംഗറിലെ ടാറ്റു അവരുടെ മകളുടെ കൈമലുണ്ടായിരുന്നു. SHH എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടാറ്റു ആയിരുന്നു അത്. ആ ഒരു ടാറ്റുവിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ളൊരു ടാറ്റു തന്നെയാണ്. ഡേവിഡിൻ്റെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ സിംഗറായിട്ടുള്ള റിയാനയുടെ കയ്യിലുണ്ടായിരുന്നു, പിന്നെ ബില്ലി ആലൻ എന്ന് പറയുന്ന വേറൊരു ആർട്ടിസ്റ്റിൻ്റെ കയ്യിൽ ആ ഒരു ടാറ്റു ഉണ്ടായിരുന്നു. അതായത് അതൊരു കോമൺ ടാറ്റു ആണ്. പിന്നെ ആ സ്ത്രീ പറഞ്ഞ മറ്റൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇവരുടെ മകളുടെ ബോയ് ഫ്രണ്ടിൻ്റെ പേര് ഡേവിഡ് എന്നായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പോലീസിന് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായി. പിന്നെ കൂടുതൽ പരിശോധനയ്ക്ക് ശേഷം അത് സെലസ്റ്റിൻ്റെ ബോഡി തന്നെയാണെന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. അപ്പോഴത്തേനും ഈ ഒരു വിവരവും കാര്യങ്ങളൊക്കെ പബ്ലിക് അറിയുകയാണ്. വലിയ രീതിയിൽ ഡേവിഡിനെതിരെ ആളുകൾ പ്രതികരിക്കാനായിട്ട് തുടങ്ങി. ആ ഒരു പെൺകുട്ടിക്ക് ഏകദേശം 13-14 വയസ്സ് മാത്രമേ പ്രായം ഉണ്ടായിരുന്നുള്ളൂ കൊല്ലപ്പെടുന്ന സമയത്ത്. അപ്പോൾ അത്രയും ചെറിയൊരു കുട്ടിയുമായിട്ട് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ഡേവിഡിന് ഉണ്ടായിരുന്നുവെന്നും അതേപോലെ തന്നെ ഡേവിഡിൻ്റെ കൂടെയായിരുന്നു കഴിഞ്ഞൊരു വർഷം ആ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നതെന്നും പിന്നീട് ദുരൂഹമായിട്ടുള്ളൊരു സാഹചര്യത്തിൽ ഈ ഒരു പെൺകുട്ടിയെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ആളുകൾ ഡേവിഡിനെതിരെ വലിയ രീതിയിൽ പ്രതികരിക്കുകയാണ്. പിന്നെ ഈ ഒരു ബോഡിയും കാര്യങ്ങളൊക്കെ ലഭിച്ചതിന് ശേഷം ഹോളിവുഡ് ഹിൽസിലുള്ള ഡേവിഡിൻ്റെ വീടും കാര്യങ്ങളൊക്കെ പോലീസുകാർ സെർച്ച് ചെയ്യാണ്. അവിടെ നിന്ന് ആളുടെ കമ്പ്യൂട്ടർ, ലാപ്ടോപ്പ്, പിന്നെ ആളുടെ ടാബ് തുടങ്ങിയിട്ടുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് എല്ലാം തന്നെ ഈ ഒരു കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പോലീസുകാർ റിക്കവറി ചെയ്യുകയും ചെയ്തു. ഇതിൻ്റെ പാരലായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ റെഡിറ്റ്, ഡിസ്കോഡ് തുടങ്ങിയിട്ടുള്ള പ്ലാറ്റ്ഫോംസിൽ ആളുകൾ ഈ ഒരു കേസിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിഗ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. പിന്നെ ഒരു ഡേവിഡിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, ആൾ ഡിസ്കോഡിൽ അത്രത്തോളം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു. മണിക്കൂറുകളോളം ചാറ്റ് റൂംസിൽ ആൾ സ്പെൻഡ് ചെയ്തിരുന്നു, തൻ്റെ ഫാൻസിനായിട്ട് ഇൻട്രാക്ട് ചെയ്യുക, അതേപോലെ തന്നെ ഒരുപാട് നേരം ഇരുന്ന് ഗെയിം കളിക്കുക, പിന്നെ പുതിയ സോങ്സ് അവിടെ റിലീസ് ചെയ്യുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പരിപാടികൾ ഡിസ്കോഡ് ത്രൂ ആയിരുന്നു ആൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആളുകൾ ഓൺലൈനിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2019 ഇവർ തമ്മിൽ പരിചയപ്പെടുന്നത് എന്നുള്ളതാണ്. യെസ്, ഈ ഒരു സെലസ്റ്റും അതേപോലെ തന്നെ ഡേവിഡും ആ സമയത്ത് ഒരു 10-11 വയസ്സ് മാത്രമേ ഈ ഒരു പെൺകുട്ടിക്ക് പ്രായം ഉണ്ടായിരുന്നിട്ടുള്ളൂ കേട്ടോ. അതിനൊക്കെ ശേഷം 5 ഏപ്രിൽ 2024 സെലസ്റ്റ് മിസ്സാവുന്നത്. പിന്നീട് 1 വർഷത്തോളം ഈ ഒരു പെൺകുട്ടിയെക്കുറിച്ച് യാതൊരു വിവരവും പാരൻസിന് ഉണ്ടായിരുന്നില്ല. അതിന് മുൻപും ഇതേപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇതേപോലെ തന്നെ പിടിച്ച് തിരിച്ച് വീട്ടിലോട്ട് കൊണ്ടുവന്നാണ്. അതിനുശേഷം വീണ്ടും ഈ ഒരു ഏപ്രിൽ 5 മിസ്സാവാണ്. പിന്നെയാണ് ആ ഒരു പെൺകുട്ടിയെക്കുറിച്ച് ഒന്നും തന്നെ പാരൻസിനും പോലീസിനും കണ്ടെത്താനായിട്ട് സാധിക്കാത്തൊരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ടായത്. അപ്പോൾ ആളുകൾ പറയുന്നതിനനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡേവിഡിൻ്റെ കൂടെ ആ ഒരു പെൺകുട്ടി ഓടിപ്പോയതായിരുന്നു. അതിനുശേഷം അവർ ഒരുമിച്ചായിരുന്നു താമസിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഡേവിഡിൻ്റെ ഒരു നൈബർ പറഞ്ഞത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും ഭയങ്കര റിസർവ്ഡ് ആയിട്ടുള്ളൊരു കപ്പിളായിരുന്നു. അതായത് ഭയങ്കര പുറത്തൊന്നും വലിയ ഇതൊന്നും നടത്താത്ത, അതായത് ഭയങ്കര സീക്രട്ട് ആയിട്ടുള്ള ഒരു കപ്പിളായിരുന്നു എന്നാണ് ആൾ പറഞ്ഞിട്ടുണ്ടായത്.
അതുപോലെ തന്നെ ഒരു കേസിന്റെ ന്യൂസും കാര്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഇവരുടെ രണ്ടുപേരുടെയും ഒരുപാടധികം ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇന്റർനെറ്റിൽ സർക്കുലേറ്റ് ചെയ്യാണ്. അതിനുള്ളിലെ മിക്കവാറും എല്ലാ ഫോട്ടോസിലും സെലസ്റ്റ് ഇങ്ങനെ മുഖം മറിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയ ട്രെൻഡാണല്ലോ അത്. അപ്പോൾ അങ്ങനെ അവർ മുഖം മറിച്ചിട്ടുണ്ട്. എന്നാലും അത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സെലസ്റ്റ് ആണെന്ന് മനസ്സിലാക്കാനായിട്ട് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. സംഭവം സോഷ്യൽ മീഡിയ യൂസേഴ്സ് ഇവരെ രണ്ടുപേരെയും ഡയറക്റ്റ് ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുണ്ടെങ്കിലും അതിനുള്ള ഒരുപാടധികം തെളിവുകളും കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ ത്രൂ പങ്കുവെച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ആദ്യ സമയങ്ങളിൽ പോലീസുകാർ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഏപ്രിൽ 16, 2026 മാത്രമാണ് ഈ ഡേവിഡിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. അതിനുശേഷം ഏപ്രിൽ 20 ഇയാൾക്കെതിരെയുള്ള ചാർജസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്തത് കേട്ടോ. ഡേവിഡ് താൻ ഈ ഒരു കേസിൽ കുറ്റക്കാരനല്ല, താൻ ഗിൽറ്റി അല്ല എന്നുള്ള തരത്തിലായിരുന്നു പ്രതികരിച്ചത്. പക്ഷേ ഈ ഒരു അലിഗേഷൻസും കാര്യങ്ങളൊക്കെ സത്യമാണെന്നുണ്ടെങ്കിൽ ഈ ഡേവിഡ് ആ 14 വയസ്സുള്ള കുട്ടിയോട് ചെയ്തത് ഭയങ്കര ഡാർക്കായിട്ടുള്ള, അത്രത്തോളം ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. യെസ്, ആളുടെ കാറിൻ്റെ ട്രങ്കിൽ നിന്നും ഡീകമ്പോസിങ് സ്റ്റേറ്റിലുള്ള, അതും ബോഡി ബാഗിലായിരുന്നു ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കൊലപാതകത്തിന്റെ ശേഷമാണ് ആളുടെ പുതിയ ആൽബമായിട്ടുള്ള വെതേഡിന്റെ ടൂറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. അതിന്റെ തീം തന്നെ ഫുള്ള് ബ്ലഡും അങ്ങനെയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇയാൾ ഡയറക്റ്റ് ആയിട്ട് കൺഫേസ് ചെയ്യുന്നത് പോലെയും ആളുകൾ അതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ പാട്ടിന്റെ മൂഡും കാര്യങ്ങളും അങ്ങനെയൊക്കെ തന്നെയാണ്. ആൾ തന്നെ പറഞ്ഞൊരു കാര്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ പാട്ടിൽ ഇങ്ങനെയുള്ള ക്രൈംസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആളുടെ ഓൾട്ടർ ഈഗോ ആണ്. അതിനുശേഷം ഈ കേസും കാര്യങ്ങളൊക്കെ തെളിയിക്കുന്നതാണ് ശരിക്കുള്ള ഡേവിഡ് എന്നുള്ള തരത്തിലാണ്. അതായത് അങ്ങനെയുള്ള പാട്ടുകളൊക്കെ തന്നെയാണ് ആൾ ഇറക്കിയിട്ടുള്ളത്. ഇപ്പോൾ എന്താ പറയുക, റൊമാൻറ്റിക് ഹോമിസൈഡ് എന്ന് പറയുന്ന ആളുടെ ആ ഒരു പാട്ട് അത്രത്തോളം വലിയ ഹിറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ശരിക്കും ആൾ അങ്ങനെയുള്ള ഒരാളാണ് എന്നുള്ളൊരു തരത്തിലാണ് ഇപ്പോൾ ഓഡിയൻസ് എല്ലാവരും തന്നെ പറയുന്നത്. അതേപോലെ തന്നെ ഇയാളുടെ പാട്ടിൻ്റെ ലിറിക്സും മറ്റുമൊക്കെ ഇയാൾക്കെതിരെ തന്നെ തെളിവുകളാവാൻ സാധ്യതയുള്ളതായിട്ടും കരുതപ്പെടുന്നു. പിന്നെ നമ്മൾ ഈ ഒരു കേസിൽ ക്രീപ്പി ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇൻസിഡന്റ് നടക്കുന്ന സമയത്ത് 20-21 വയസ്സാണ് ഡേവിഡിന്റെ പ്രായം. അതേപോലെ തന്നെ ഒരു 14 വയസ്സ് മാത്രമാണ് ഈ ഒരു പെൺകുട്ടിയുടെ പ്രായം. അതേപോലെ തന്നെ വർഷങ്ങളായിട്ട് ഇവർ രണ്ടുപേരും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ പോലീസുകാർ ഈ ഒരു ബോഡി ഡിസ്കവർ ചെയ്തതിന് ശേഷം ഡേവിഡ് കരിയർ വൈസ് ആയിട്ടൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആള് എന്താ പറയുക, ഫുൾ ടൈം ആളുടെ വീട്ടിലിരുന്ന് സിനിമയും കാര്യങ്ങളൊക്കെ കാണുമായിരുന്നു. അതായത് വേറെ പ്രത്യേകിച്ച് കൺസേർട്സോ അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ്സോ അങ്ങനെ വേറെ പരിപാടികളൊന്നും കൂടുതലായിട്ട് ആൾ ചെയ്തിരുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഏപ്രിൽ 16 ആളെ അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ആ സമയത്ത് ഇതേപോലെ തന്നെ ആളുടെ അഡ്വക്കേറ്റ്സ് ആൾക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല, വെറും സ്പെക്കുലേഷൻ്റെ പേരിലാണ് ആൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൾ നിരപരാധിയാണ്, ആളുടെ നിരപരാധിത്വം എന്തെങ്കിലും തെളിയിക്കും എന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ 20 ആൾക്കെതിരെ ചാർജസും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്യായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഡിഗ്രി മേർഡറാണ് ആൾക്കെതിരെ ചാർജ് ചെയ്ത ഒരു കേസ്. അതിനുശേഷം 22 ഓട്ടോപ്സി റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് റിലീസ് ചെയ്യുന്നത്. ആ ഓട്ടോപ്സി റിപ്പോർട്ടിൽ വളരെ ക്രൂരമായിട്ടുള്ള കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു ബോഡിക്ക് മാസങ്ങളുടെ പഴക്കമുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ഡീകമ്പോസിങ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരുന്നു ആ ഒരു ബോഡി ഉണ്ടായിരുന്നത്. ആ ബോഡിയിൽ നിന്ന് ഒരു കണ്ണ് മിസ്സിംഗ് ആയിരുന്നു. മേ ബി അത് ഡീകമ്പോസ് ആയി പോയിട്ടുണ്ടാവാം, അല്ലാന്നുണ്ടെങ്കിൽ അത് ചൂഴ്ന്നെടുത്തിട്ടുണ്ടാവാം. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങൾ ഡിസ്മെമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലെഫ്റ്റ് കൈയിലെ പിങ്കി ഫിംഗറും അതേപോലെ തന്നെ റിംഗ് ഫിംഗറും മിസ്സിംഗ് ആയിരുന്നു. അതിനുള്ളൊരു കാരണമായിട്ട് പറയുന്നത് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ റിംഗ് ഫിംഗറിൽ ഡേവിഡിന്റെ പേര് പച്ചോത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ആ ഒരു ഫിംഗർ ആള് വെട്ടിക്കളഞ്ഞിട്ടുണ്ടാവുക എന്നുള്ള തരത്തിലാണ്. പിന്നെ അവരുടെ മരണകാരണം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 2 കുത്ത് കിട്ടിയതാണ്. ഒരെണ്ണം ലങ്സ് പങ്ക്ചർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരെണ്ണം ലിവറിലും ആയിരുന്നു കിട്ടിയിട്ടുണ്ടായത്. അതുപോലെ തന്നെ ആ ഒരു പെൺകുട്ടിയെ ഡ്രഗ് ചെയ്തതിന് ശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായിട്ട് അവരെ കൊലപ്പെടുത്തിയതെന്നും ആ ഒരു ഓട്ടോപ്സി റിപ്പോർട്ടിലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ നോക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം, ആ പെൺകുട്ടിയുടെ ബോഡി കിട്ടിയത് റിയൽ ബോഡി ബാഗിൽ നിന്നാണ്. അപ്പോൾ ഇതൊക്കെ ഒരു പ്ലാൻഡ് മേർഡർ ആണെന്നുള്ള തരത്തിൽ തന്നെയാണ് എന്താ പറയുക, നമുക്കിതൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഡയറക്ഷൻ വരുന്നത്. പിന്നെ ഈ ഒരു മേർഡറിന്റെ മോട്ടീവിനെ കുറിച്ച് ഇങ്ങനെ പോലീസുകാർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഗെയിനിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളതാണ്. അതായത് ആളുടെ കരിയറിൻ്റെ അങ്ങനെയുള്ളൊരു പീക്കിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് വേൾഡ് ലെവലിൽ തന്നെ അത്യാവശ്യം നോൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ജെൻസിയുടെ ഇടയിൽ അത്രത്തോളം പോപ്പുലർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ഒരുപാട് വലിയ വലിയ ബ്രാൻഡുകളുമായിട്ട് ആൾ കൊളാബ് ചെയ്യുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ എന്താ പറയുക, ടൂർസ് നടത്തുന്നുണ്ടായിരുന്നു. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആളുടെ കരിയറിൻ്റെ ഒരു പീക്ക് ടൈമിലായിരുന്നു ആളെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് വെറും 14 വയസ്സ് പ്രായം മാത്രമുള്ള ആ ഒരു പെൺകുട്ടിയുമായിട്ട് ഡേവിഡിനൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ള കാര്യം പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാവും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല. കാരണം വളരെ ക്രീപ്പി ആയിട്ടുള്ള ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് തന്നെയാണത്. കാരണം ആ കുട്ടി ചെറുതാണ്, ചെറിയൊരു കുട്ടിയാണ്, മൈനറാണ്. സോ അങ്ങനെയുള്ളൊരു കാര്യം പുറത്ത് പബ്ലിക് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ
എന്തായാലും ആളെ ക്യാൻസൽ ചെയ്യും. പിന്നെ ആളുടെ ബ്രാൻഡ് ഡീൽസ് എല്ലാം തന്നെ പോകും. പിന്നെ കൺസേർട്ട്സ് കാര്യങ്ങളൊന്നും നടക്കൂല. ആളുടെ ഫാൻസ് ആൾക്കെതിരെ തിരിയും എന്നുള്ളതൊക്കെ ആൾക്ക് അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. ഇപ്പോൾ പോലീസുകാർ പറയുന്നതനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അതേപോലെ തന്നെ കുറേ ഇൻ്റർനെറ്റിൽ നിന്നുള്ള ആർട്ടിക്കിൾസും മറ്റൊക്കെ വെച്ചിങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇവർക്കിടയിൽ എന്തെങ്കിലും ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ഈ ഒരു വിവരം സെലസ്റ്റിനെ പുറത്ത് പറയുമെന്നോ അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വിവരം ലീക്ക് ആവുമെന്നുള്ള ഒരു രീതിയിലുള്ളൊരു ഭയം ഇയാൾക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടാവും. അതായത് ഈ ഒരു പെൺകുട്ടി ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ പോലീസിൻ്റെ അടുത്ത് പോയാൽ മതി, അതോടുകൂടിയിട്ട് ആളുടെ കരിയർ തീരും എന്നുള്ളത് ആൾക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആളെന്തായാലും ജയിലിൽ പോവുകയും ചെയ്യും. സോ ആ ഒരു പെൺകുട്ടിയുടെ വായടപ്പിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയെ ഇല്ലാതാക്കണം എന്നുള്ളൊരു ചിന്ത ആൾക്ക് വന്നിട്ടുണ്ടാകാം. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ആള് അത്തരത്തിലുള്ളൊരു കൊടും ക്രൂര കൃത്യം ചെയ്തിട്ടുണ്ടാവുക എന്നാണ് കരുതപ്പെടുന്നത്. അതേപോലെ തന്നെ ഏപ്രിൽ 23, 2025 സെലസ്റ്റ് ഇയാളുടെ വീട്ടിലോട്ട് വന്നതിന് ശേഷം, ഡേവിഡ് വിളിച്ചിട്ടാണ് ഡേവിഡിൻ്റെ വീട്ടിലോട്ട് വരുന്നത്, അതിനുശേഷം പിന്നെ ആരും ഈ ഒരു പെൺകുട്ടിയെ കണ്ടിട്ടില്ല. അതേപോലെ തന്നെ അയാൾ ആ ഒരു ചെറിയ പെൺകുട്ടിയെ പലതവണ സെക്ഷലി അബ്യൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ഈ ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. എന്നാൽ ഇതെല്ലാം തന്നെ ഡേവിഡ് നിഷേധിക്കുകയായിരുന്നു. എന്നാൽ പ്രോസിക്യൂഷൻ പറയുന്നതനുസരിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇയാൾക്കെതിരെ അവരുടെ കയ്യിൽ ഫിസിക്കൽ ആൻഡ് ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് എന്നുള്ളതാണ്. അതും കുറച്ചൊന്നുമല്ല, ഒരുപാട് ഡിജിറ്റൽ എവിഡൻസ് ആണ് ഇയാൾക്കെതിരെ ഉള്ളത്. ഏകദേശം 40 TB ഡാറ്റയാണ് ഇയാളുടെ ഫോണിൽ നിന്നും അതേപോലെ തന്നെ ക്ലൗഡിൽ നിന്നും മറ്റുമെല്ലാം തന്നെ പോലീസുകാർ കണ്ടെത്തിയത്. പിന്നെ ഡേവിഡിൻ്റെ ഫോണിൽ നിന്ന് ഒരുപാടധികം കുട്ടികളുടെ വേറെ തരത്തിലുള്ള വീഡിയോസ് കുറേ കിട്ടിയെന്നാണ് പറയുന്നത്. പോരാത്തതിന് ഇയാളുടെ ഐക്ലൗഡിൽ ഏകദേശം 10 TB അത്തരത്തിലുള്ള കുട്ടികളുടെ വേറെ തരത്തിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ചെറിയ കുട്ടികളുടെ ആണോ അല്ലാന്നുണ്ടെങ്കിൽ സെലസ്റ്റിൻ്റെ തന്നെയാണോ എന്നുള്ളതൊന്നും പുറത്തു വിട്ടിട്ടില്ല. പിന്നെ ഈ ഒരു കേസിനെ കുറിച്ചിട്ട് നമ്മൾ കൂടുതൽ ഡിഗ് ചെയ്ത് നോക്കും തോറും ഇത് കൂടുതൽ ക്രീപ്പിയായി വരികയാണ്. അതായത് ഇയാളുടെ കെണിയിൽ സെലസ്റ്റ് മാത്രമല്ല വേറെയും ഇതേപോലുള്ള ചെറിയ പെൺകുട്ടികൾ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതും എന്താ പറയുക, അങ്ങനെ കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെയും ഇൻ്റർനെറ്റിൽ സംസാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ഈ ഒരു കേസുകളും കാര്യങ്ങളൊക്കെ തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നില്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് പരോളില്ലാത്ത ജീവപര്യന്തം തടവ് ശിക്ഷ ലഭിക്കുമെന്നും അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് എന്താ പറയുക വധശിക്ഷ തന്നെ ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള അത്യാവശ്യം പൈസ ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ വേറെ റേഞ്ച് അഡ്വക്കേറ്റ്സ് ഒക്കെ തന്നെയാണ് ആൾക്ക് വേണ്ടിയിട്ട് ഈ കേസും കാര്യങ്ങളൊക്കെ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, അടുത്ത മാസം സ്റ്റാർട്ടിങ്ങിലാണ് ഈ കേസിൻ്റെ ട്രയലും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അതിന് ശേഷമാണ് ഈ ഒരു കേസിൽ എന്ത് വിധി ഉണ്ടാവുമെന്നും അയാളുടെ ഭാഗത്ത് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഇൻ്റർനെറ്റിൽ നിന്നും മറ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷനൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതുവരെ നടന്നിട്ടുള്ളത് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ കോടതിയും കാര്യങ്ങളൊക്കെ ഈ ഒരു കേസിൽ ഒരു വിധി പറയാത്തിടത്തോളം ടൈം നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. പിന്നെ നമ്മൾ ഈ ഒരു കേസ് കവർ ചെയ്യാണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇൻസ്റ്റാഗ്രാമിലും മറ്റൊക്കെ കുറച്ച് റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുമെന്ന് ചോദിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കേസിനെ കുറിച്ച് ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഈ ഒരു കേസും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോറി ആയിട്ടപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, നിങ്ങളുടെ തോട്ട്സും കാര്യങ്ങളും എന്താണെന്നുണ്ടെങ്കിലും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഈ ഒരു കേസൊക്കെ വരുന്നതിന് മുൻപ് നിങ്ങൾ ഡേവിഡിൻ്റെ പാട്ടുകളും മറ്റൊക്കെ കേൾക്കാറുണ്ടായിരുന്നോ? ആളുടെ ഒരു ഫാനായിരുന്നോ? അല്ലാന്നുണ്ടെങ്കിൽ ആളുടെ പാട്ടുകൾ നിങ്ങൾ ആദ്യം കേട്ടപ്പോൾ തന്നെ എന്തെങ്കിലും ക്രീപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നിയോ? അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ദയവ് ചെയ്തിട്ട് താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുമല്ലോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.